ഈ വീഡിയോയിൽ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ജിയോ പൊളിറ്റിക്കൽ ഡെവലപ്മെൻ്റ് ആണ്. മിഡിൽ ഈസ്റ്റിൽ ശരിക്കും ഇസ്രായേൽ ഇറാൻ്റെ മേളിൽ ആക്രമണം തുടങ്ങിയിരിക്കുകയാണ്. പ്രീ എംപ്റ്റീവ് സ്ട്രൈക്ക് എന്നുള്ള നിലയിലാണ് അറ്റാക്ക് തുടങ്ങിയിരിക്കുന്നത്. അറ്റാക്ക് മാത്രമല്ല, ഇറാൻ്റെ ഉള്ളിൽ പല സ്ഥലങ്ങളിൽ 5-6 സ്ഥലങ്ങളിൽ ബ്ലാസ്റ്റ് എന്ന് പറഞ്ഞാൽ പൊട്ടിത്തെറി സംഭവിച്ചിട്ടുണ്ട്. ഇതൊരു പക്ഷേ മൊസാദ് ഏജൻറ്റുകൾ അഥവാ CIA ഏജൻറ്റുകളാവാം ഇതിന് തുടക്കം കുറിച്ചത്. പക്ഷേ അതേ സാഹചര്യത്തിൽ രാവിലെ ഒരു 10 മണിയാകുമ്പോഴത്തേക്കും ടൈംസ് ഓഫ് ഇസ്രയേൽ പബ്ലിഷ് ചെയ്തിട്ടുണ്ടായിരുന്നു, ഇസ്രായേൽ പ്രീ എംപ്റ്റീവ് സ്ട്രൈക്ക് തുടങ്ങുകയാണ് ഇറാൻ്റെ മേളിൽ എന്നുള്ള വാർത്ത വന്നിട്ടുണ്ടായിരുന്നു. ഇപ്പോൾ നമ്മൾ ഇതുമായിട്ട് ബന്ധപ്പെട്ട് വളരെ ഡീറ്റെയിൽ ആയിട്ട് തന്നെ അമേരിക്കയുടെ ഡിപ്ലോയ്മെൻറ്റ്, എങ്ങനെയാണ് അവരുടെ ആർമി ഡിപ്ലോയ് ചെയ്തിരിക്കുന്നത് മിഡിൽ ഈസ്റ്റിൽ ഓവറോൾ, പ്ലസ് ഇസ്രായേൽ എന്ത് കണ്ടീഷനിലാണ് എന്നുള്ള നിലയിലുള്ള വാർത്ത നമ്മൾ ഏതാണ്ട് 6 മണിക്ക് തന്നെ പബ്ലിഷ് ചെയ്തിട്ടുണ്ടായിരുന്നു. അത് നിരവധി പേര് കണ്ടിട്ടുണ്ടാവും. അപ്പോൾ അതിനകത്ത് കൃത്യമായിട്ട് നമ്മൾ അതിൻ്റെ ഒരു ക്ലിയർ പിക്ചർ നമ്മൾ വ്യക്തമാക്കിയിട്ടുണ്ട്. അതിൻ്റെ അടിയിൽ ഇസ്രായേലിൻ്റെ ഉള്ളിൽ തന്നെ ഒരു കമൻറ്റ് ഞാൻ വായിക്കേണ്ടായി. ഇവിടെ അങ്ങനത്തെ സൈറനുകളും ഇതേപോലത്തെ ട്രയലൊന്നും ഇവിടെ നടക്കുന്നില്ലല്ലോ എന്ന് പറഞ്ഞിട്ട് ഒരു കമൻറ്റ് ഞാൻ വായിക്കാനിടയായി. നിങ്ങൾ കൃത്യമായിട്ട് വാർത്ത മോണിറ്റർ ചെയ്യുക, എന്നിട്ട് ബങ്കറിൻ്റെ ഉള്ളിൽ പോയി ഇരിക്കുക സൈറൻ കേൾക്കുമ്പോൾ, കാരണം യുദ്ധം തുടങ്ങി കഴിഞ്ഞു. അതിനകത്ത് ആ വാർത്തയിൽ നമ്മൾ സ്പെസിഫിക് ആയിട്ട് സ്ഥലങ്ങൾ പറഞ്ഞിട്ടുണ്ട്. ബീർഷിബ, അതുപോലെ ഗാസ, ഈജിപ്റ്റ് ബോർഡർ ഏരിയ, അതുപോലെ ഓൾഡ് ജെറുസലേം, നോർത്തേൺ ഇസ്രായേൽ, ഇത്രയും ഭാഗങ്ങളാണ് പ്രാഥമികമായിട്ട് നമ്മൾ ആ വീഡിയോയിൽ മെൻഷൻ ചെയ്തിരുന്നത്. പക്ഷേ ഇപ്പോൾ ഓവറോൾ ഇസ്രായേലിൽ സൈറൻ ടെസ്റ്റ് നടക്കുന്നുണ്ട്. ഇസ്രായേൽ ഒഫീഷ്യലി തന്നെ പ്രഖ്യാപിച്ചിട്ടുണ്ട് പ്രീ എംപ്റ്റീവ് സ്ട്രൈക്ക് ഇറാന് നേരെ തുടങ്ങുകയാണ്, മീൻസ് യുദ്ധം സ്റ്റാർട്ട് ചെയ്യുകയാണെന്നുള്ള പ്രഖ്യാപനം വന്നു കഴിഞ്ഞു. ടൈംസ് ഓഫ് ഇസ്രയേൽ വളരെ വ്യക്തമായിട്ട് അതിൻ്റെ ഫസ്റ്റ് ഫൂട്ടേജ് തന്നെ പബ്ലിഷ് ചെയ്തിട്ടുണ്ട്. ഇറാനിൽ തെഹ്റാൻ്റെ ഉള്ളിൽ അറ്റാക്ക് നടത്തുന്ന കൃത്യമായിട്ടുള്ള ഫൂട്ടേജ് പബ്ലിഷ് ചെയ്തിട്ടുണ്ട്. The United States military began major combat operations in Iran. Our objective is to defend the American people by eliminating imminent threats from the Iranian regime. അപ്പോൾ അതിനകത്ത് ഇസ്രായേൽ US അറ്റാക്കിംഗ് ഇറാൻ, രണ്ടുപേരും ഒരുമിച്ച് ആക്രമണം നടത്തുന്നതായിട്ടാണ് ഇതുവരെ സ്റ്റേറ്റ്മെൻറ്റുകൾ. അപ്പോൾ ഇത് നമുക്ക് വളരെ വ്യക്തമായിട്ട് മനസ്സിലാക്കാൻ പറ്റുന്നത് ഇസ്രായേലും അമേരിക്കയും ചേർന്നുള്ള ഓപ്പറേഷനാണ്. അപ്പോൾ ഇത് ഒരുപാട് നാൾ നീണ്ടുപോകുമെന്ന് തോന്നുന്നില്ല. പക്ഷെ എന്നാലിപ്പോൾ നിലവിൽ പറഞ്ഞിപ്പോൾ അവസാനം ഇറാനെ ആക്രമിക്കാനുള്ള ആ ഒരു അവസ്ഥയിൽ എത്തിയിരിക്കുകയാണ് കാര്യങ്ങൾ. ഇസ്രായേലിൻ്റെ IDF ഇൻ്റലിജൻസ് ചീഫ് ആമോസ് യാഡ്ലിൻ, പുള്ളിക്കാരൻ പറഞ്ഞിരിക്കുന്നത് നമ്മുടെ മെയിൻ അജണ്ട റെജീമിനെ വീക്കാക്കുക എന്നുള്ളതാണ്. മാക്സിമം റെജീമിനെ വീക്കാക്കുക, റെജീം ചേഞ്ച് നടത്തുക എന്നുള്ളതാണ് ഉദ്ദേശം. അല്ലാതെ ഇറാൻ്റെ ഉള്ളിൽ പൊതുജനങ്ങൾക്ക് മേളിൽ ബോംബിടുക എന്നുള്ളത് നമ്മുടെ ലക്ഷ്യമല്ല എന്നാണ് ഇസ്രായേലിലെ IDFൻ്റെ മുൻ ഇൻ്റലിജൻസ് മേധാവി പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ അതായത് ഇതിന് എക്സാക്ട്ലി ഒരു ഹൈ കമ്മീഷൻ വെച്ച് കൃത്യമായിട്ട് ആലോചിച്ച് തന്നെയാണ് തീരുമാനങ്ങൾ എടുത്തിരിക്കുന്നത്. ഞാൻ ഈ കാണിക്കുന്നത് ബെൻ ഗുറിയൻ എയർപോർട്ടിൻ്റെ ഇപ്പോഴത്തെ സ്ഥിതിഗതികളാണ്. ബെൻ ഗുറിയൻ എയർപോർട്ടിൽ അവിടെ പാസഞ്ചർ എയർക്രാഫ്റ്റ് അല്ല അവിടെ കിടക്കുന്നത്. ഈ എയർക്രാഫ്റ്റുകൾ കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാവും ഇത് അമേരിക്കയുടെ കാർഗോ എയർക്രാഫ്റ്റുകളാണ്. ഇത് ഇസ്രായേലിന് ജ്യൂസ് കൊണ്ടുവന്നതല്ല. ശരിക്കും പറഞ്ഞാൽ ഇതിൽ മൊത്തത്തിൽ അമ്യൂണിഷൻ അതുപോലെ യുദ്ധോപകരണങ്ങളാണ് ഈ കാർഗോ എയർക്രാഫ്റ്റിൽ ഇസ്രായേലിൻ്റെ ഉള്ളിൽ എത്തിച്ചിരിക്കുന്നത്. ഇറാൻ്റെ ഉള്ളിൽ ഇറാനിയൻ എയർഫോഴ്സ് ശരിക്കും ഒരു ഫൈറ്റർ ജെറ്റ് എടുത്ത് പ്രാക്ടീസ് ഒക്കെ നടത്തുന്നുണ്ട്. അതിൻ്റെ വീഡിയോ ഫുട്ടേജസ് ഒക്കെ ഇന്നലെ തൊട്ടേ പബ്ലിഷ് ചെയ്തിട്ടുണ്ട്. പക്ഷേ ഇറാനെ സംബന്ധിച്ചിടത്തോളം അവർക്ക് മിസൈലാണ് അവരുടെ സ്ട്രെങ്ത്, പിന്നെ ഡ്രോൺ ഉണ്ട്. അതിലുപരിയായിട്ട് എയർ സ്ട്രൈക്ക് ഒന്നും ചെയ്യാനുള്ള കപ്പാസിറ്റി അവർക്കില്ല. അതാണ് ഇറാൻ്റെ ഒരു വീക്ക് പോയിന്റ്. അപ്പോൾ തീർച്ചയായിട്ടും എത്ര ദിവസം കൊണ്ട് ഈ റെജീം ചേഞ്ച്, അതാണ് യുദ്ധത്തിൻ്റെ ഒരു കാലയളവെന്ന് പറയുന്നത്. അതൊരു പക്ഷേ 12 ദിവസം ആവാം, ചിലപ്പോൾ 1 മാസം ആവാം, ചിലപ്പോൾ 2 മാസം ആവാം. ഈ ഇറാൻ വാചക കസർത്ത് നടത്തിയതുപോലെ അവരുടെ കയ്യിൽ ചെറുത്ത് നിൽക്കാനുള്ള ആ ഒരു സംവിധാനങ്ങളും ആ കപ്പാസിറ്റിയും ഉണ്ടെങ്കിൽ അവർക്ക് പിടിച്ചു നിൽക്കാം. പക്ഷേ ഇപ്പുറത്ത് നിൽക്കുന്നത് അമേരിക്കയും ഇസ്രായേലുമാണ്. മാസീവായിട്ടുള്ള അറ്റാക്കായിരിക്കും നടത്തുന്നത്. കാരണം കഴിഞ്ഞ 12 ദിവസത്തെ യുദ്ധം, ആ 12ാമത്തെ ദിവസം ട്രംപ് ഇസ്രായേലിനെ തടഞ്ഞിട്ടാണ് ഈ യുദ്ധം അവസാനിച്ചത്. അപ്പോൾ ആ നിർത്തിയ സ്ഥലത്ത് നിന്ന് ഇസ്രായേൽ വീണ്ടും തുടങ്ങിയിരിക്കുകയാണ്. ഇനി നമ്മൾ അഫ്ഗാനിസ്ഥാനും പാകിസ്ഥാനും തമ്മിലുള്ള സംഘർഷത്തിലേക്ക് പോയി കഴിഞ്ഞാൽ അവിടെ പാകിസ്ഥാൻ ഇന്നലെ ഭയങ്കരമായിട്ടുള്ള ആഘോഷങ്ങളൊക്കെ നടത്തിയായിരുന്നു. അഫ്ഗാനിസ്ഥാൻ്റെ ചില ബോർഡർ ഏരിയകൾക്കുള്ളിൽ പോയിട്ട് അവിടെ നിന്ന് ഫോട്ടോ എടുക്കുക, വീഡിയോ എടുക്കുക, ഇതെല്ലാം തന്നെ ഇന്നലെ വൈകുന്നേരത്തോടു കൂടി അവർ ഇതുമായിട്ട് ബന്ധപ്പെട്ട പല ഫൂട്ടേജസും പാകിസ്ഥാൻ പുറത്തിറക്കിയിട്ടുണ്ടായിരുന്നു. പക്ഷെ അതിനെ തുടർന്ന് ഇന്നലെ രാത്രി അഫ്ഗാനിസ്ഥാൻ ഇസ്ലാമാബാദിൽ ഒരു മിലിറ്ററി ആസ്ഥാനത്തിൻ്റെ മേളിൽ ഡ്രോൺ ആക്രമണം നടത്തിയിരിക്കുകയാണ്. ഷാഹിദ് ഡ്രോൺ ഉപയോഗിച്ചാണ് ആക്രമണം നടത്തിയത് എന്നാണ് കണ്ടെത്തൽ. ഈ നിന്ന് കത്തുന്ന ബിൽഡിംഗ്, അതിൻ്റെ പരിസര പ്രദേശങ്ങൾ ഇതെല്ലാം തന്നെ ഇസ്ലാമാബാദാണ്. ഇസ്ലാമാബാദിനെ പിടിച്ചടക്കിയിട്ടേ ഞങ്ങളിനി റെസ്റ്റ് എടുക്കുകയുള്ളൂ എന്നുള്ളൊരു പ്രഖ്യാപനമാണ് അഫ്ഗാനിസ്ഥാൻ്റെ സൈഡിൽ നിന്ന് വന്നിരിക്കുന്നത്. ശരിക്കും 59 പാക് സോൾജേഴ്സ് കൊല്ലപ്പെട്ടിട്ടുണ്ട് ഇന്നലത്തെ ആക്രമണത്തിൽ. നിരവധി പേർക്ക് പരിക്കുണ്ട്. ഗുരുതരമായ അവസ്ഥയാണ് പാകിസ്ഥാൻ്റെ ഉള്ളിൽ. ശരിക്കും പാകിസ്ഥാൻ ഇമാജിൻ ചെയ്യാൻ പറ്റാത്ത സാഹചര്യത്തിലൂടെയാണ് കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത്.
അപ്പുറത്തെ സൈഡിൽ ബലൂച്ച് ലിബറേഷൻ ആർമി അവരും തുടങ്ങിയിട്ടുണ്ട് അടി. ഈ ഒരു സാഹചര്യം മുതലാക്കിക്കൊണ്ട് പാകിസ്ഥാനെ അടിച്ചൊതുക്കാം എന്നുള്ള നിലയിൽ ബലൂച്ച് ലിബറേഷനും അവരുടെ സ്വാതന്ത്ര്യത്തിന് വേണ്ടിയിട്ട് പോരാട്ടം തുടങ്ങിയിട്ടുണ്ട് വീണ്ടും എഫക്റ്റീവായിട്ട്. ഈ വീഡിയോകളിൽ പലതിലും നിങ്ങൾക്ക് കാണാൻ കഴിയുന്നത് ശരിക്കും പാകിസ്ഥാൻ്റെ വീഡിയോസ് ഞാൻ വെച്ചിട്ടുണ്ട്, അതേപോലെ തന്നെ അഫ്ഗാനിസ്ഥാൻ്റെ ആക്രമണത്തിൻ്റെ വീഡിയോ ഞാൻ വെച്ചിട്ടുണ്ട്. ഇതിനകത്ത് ഇപ്പം ഞാൻ ക്ലിയർ ആയിട്ട് കാണിക്കുന്ന ഈ വീഡിയോ കാബൂളിൽ പാകിസ്ഥാൻ നടത്തിയ അറ്റാക്കാണ് 2 ദിവസങ്ങൾക്ക് മുമ്പ്. പക്ഷേ അതിന് റിറ്റാലിയേഷൻ എന്നുള്ള നിലയിലാണ് അഫ്ഗാനിസ്ഥാൻ ഫുൾ ഫ്ലഡ്ജ്ഡായിട്ട് ഇപ്പോൾ പാകിസ്ഥാൻ്റെ ഉള്ളിലേക്ക് ആക്രമണങ്ങൾ തുടങ്ങിയിരിക്കുന്നത്. അപ്പോൾ ബെൻഗുറിയൻ എയർപോർട്ട് പോലെ തന്നെയാണ് അമേരിക്ക മിഡിൽ ഈസ്റ്റിലുള്ള പല എയർബേസുകളും ഹാൻഡിൽ ചെയ്തുകൊണ്ടിരിക്കുന്നത്. പല എയർബേസുകളിലും ഇതേപോലെ കാർഗോ ഫ്ലൈറ്റുകൾ വന്ന് ഇറങ്ങിക്കൊണ്ടിരിക്കുകയാണ്, വീണ്ടും വന്നുകൊണ്ടിരിക്കുകയാണ്. അതുപോലെ USS ജെറാൾഡ് എന്ന് പറഞ്ഞ ഷിപ്പ് നിങ്ങൾ കണ്ടല്ലോ, ഈ ഫുട്ടേജിൽ ഞാൻ വെച്ചിരിക്കുന്നത് USS ജെറാൾഡ് ആണ്. ഇന്ന് രാവിലെ ഇസ്രായേലിൻ്റെ സൈഡിലേക്ക്, മെഡിറ്ററേനിയൻ സീയുടെ ഭാഗത്തൂടെ ഇസ്രായേലിൻ്റെ സൈഡിലേക്ക് പ്രൊട്ടക്ഷന് വേണ്ടിയിട്ട് അവിടെ എത്തിയിട്ടുണ്ട്. ഈ USS ജെറാൾഡ് അവിടെ എത്തിക്കഴിഞ്ഞിട്ടാണ് ഇസ്രായേൽ ആക്രമണം തുടങ്ങിയിരിക്കുന്നത്. USS ജെറാൾഡ് എന്ന് പറഞ്ഞ ആ എയർക്രാഫ്റ്റ് കരിയറിൻ്റെ ആ ഒരു മാസീവായിട്ടുള്ള ആ കൺസ്ട്രക്ഷൻ കണ്ടോ. അപ്പോൾ ഇത്രയും ഹ്യൂജ് ആയിട്ടുള്ള ഒരു പ്രോപ്പർട്ടിയാണ് ഈ സാധനം. അതായത് കടലിൽ വന്ന് കിടന്നാൽ ഒരു ദ്വീപ് രാഷ്ട്രം, അത്തരത്തിലാണ് USS ജെറാൾഡ് തന്നെയുള്ളത്. അപ്പോൾ പിന്നെ അബ്രഹാം ലിങ്കനൊക്കെ പറയാനുണ്ടോ? അപ്പോൾ ഇത്തരത്തിലുള്ള വാർഷിപ്പുകളാണ് മിഡിൽ ഈസ്റ്റിൽ അമേരിക്ക കൊണ്ട് ആങ്കർ ചെയ്തിരിക്കുന്നത്. കഴിഞ്ഞ തവണ ഇസ്രായേൽ മാത്രമാണ് അറ്റാക്ക് നടത്തിയത്. അവസാനം ന്യൂക്ലിയർ എൻറിച്ച്മെൻറ്റ് ഫെസിലിറ്റീസ് ആക്രമണം നടത്താൻ വേണ്ടി മാത്രം B2 ബോംബർ കൊണ്ടുവരാനാണ് അമേരിക്ക വന്നത്. പക്ഷേ ഇത്തവണ അമേരിക്ക ആദ്യം മുതൽ ഇസ്രായേലോടൊപ്പം ഉണ്ട്, രണ്ടുപേരും ചേർന്നാണ് അറ്റാക്ക് നടത്തുന്നത്. അതുകൊണ്ട് ഒരു റിസൾട്ട് പെട്ടെന്ന് തന്നെ പ്രതീക്ഷിക്കാം. ഇസ്ലാമാബാദിൽ അഫ്ഗാനിസ്ഥാൻ BM-21 ഗ്രേഡ് റോക്കറ്റ്സ് ആണ് ഉപയോഗിച്ചത്. ഡ്രോൺ വെച്ചിട്ട് ഈ റോക്കറ്റ് കൃത്യമായിട്ട് ഇസ്ലാമാബാദിൻ്റെ മിലിറ്ററി ആസ്ഥാനത്ത്, പാകിസ്ഥാൻ്റെ മിലിറ്ററി ആസ്ഥാനത്ത് ഈ റോക്കറ്റ് വെച്ച് ആക്രമണം നടത്തുകയാണ് ചെയ്തത്. അതിനെ തുടർന്നാണ് ഇത്തരത്തിൽ ആ ബിൽഡിംഗ് ആളിക്കത്തുന്നത്. അതുപോലെ തെഹരിക്ക് താലിബാനികൾ ബജാവൂർ ഡിസ്ട്രിക്ട് എന്ന് പറഞ്ഞ ഡിസ്ട്രിക്റ്റിൽ പാകിസ്ഥാൻ ആർമി ഉദ്യോഗസ്ഥർക്ക് നേരെ ആക്രമണം നടത്തി 40 പാക് സോൾജേഴ്സ് കൊല്ലപ്പെട്ടിട്ടുണ്ട്. ഈ ബജാവൂർ ഡിസ്ട്രിക്ട് എന്ന് പറഞ്ഞ സ്ഥലത്ത് താലിബാൻ പറഞ്ഞിരിക്കുന്നത് 40 മുതൽ 55 പേര് പാക് ആർമിയിൽപ്പെട്ട ആൾക്കാരുണ്ടായിരുന്നു എന്നുള്ളതാണ് അഫ്ഗാനിസ്ഥാൻ സ്റ്റേറ്റ്മെന്റ്. പക്ഷേ പാകിസ്ഥാൻ ഇതിനെ പറഞ്ഞിരിക്കുന്നത് 2 പാക് സോൾജേഴ്സാണ് അവിടെ ഉണ്ടായിരുന്നത്, 2 പേരുടെ ജീവനാണ് നഷ്ടപ്പെട്ടിരിക്കുന്നത് എന്നാണ് പാകിസ്ഥാന്റെ കൗണ്ടർ സ്റ്റേറ്റ്മെന്റ്. ഇനി സത്യാവസ്ഥ എന്ന് പറഞ്ഞാൽ നമുക്ക് ഒരിക്കലും പാകിസ്ഥാന്റെ സൈഡിൽ നിന്ന് നമുക്കത് പ്രതീക്ഷിക്കാൻ പറ്റത്തില്ല. പാകിസ്ഥാൻ എപ്പോഴും യുദ്ധം വരുമ്പോൾ അവർ തോൽക്കുന്നില്ല എന്ന് ലോകത്തെ വിശ്വസിപ്പിക്കാൻ അവർ പലതരത്തിലുള്ള ഫേക്ക് നറേറ്റീവ്സ് ഇറക്കിയിട്ടുണ്ട്. നമുക്കെതിരെ തന്നെ പലപ്പോഴായിട്ട് അവർ ഇത്തരത്തിലുള്ള സോഷ്യൽ മീഡിയ പ്രൊപ്പഗൻഡ അടിച്ചിറക്കാറുണ്ട്. അപ്പോൾ അതുകൊണ്ട് പാകിസ്ഥാനെ വിശ്വാസത്തിലെടുക്കുന്നതിന് മുമ്പ് 4-5 തവണ ഇരുന്ന് ചിന്തിച്ച് ആലോചിച്ച് തീരുമാനമെടുക്കണം പാകിസ്ഥാന്റെ ഉള്ളിൽ നിന്ന് വരുന്ന വാർത്തകൾ. ഇത് നന്നായി അറിയാവുന്ന അഫ്ഗാനിസ്ഥാൻ കൃത്യമായിട്ട് ഡയറക്റ്റ് ആയിട്ട് ഫൂട്ടേജ് എടുത്ത് അവർ പബ്ലിഷ് ചെയ്യുകയാണ് ചെയ്യുന്നത്. കാരണം അല്ലാതെ പാകിസ്ഥാന്റെ സോഷ്യൽ മീഡിയ ക്യാമ്പയിനെതിരെ പിടിച്ചു നിൽക്കാൻ പറ്റത്തില്ല. അതുകൊണ്ടാണ് അഫ്ഗാനിസ്ഥാൻ തുരിതര വീഡിയോകൾ എടുത്ത് പബ്ലിഷ് ചെയ്യുന്നത്. ഈ വീഡിയോ എന്ന് പറഞ്ഞാൽ ബൊളീവിയയിലെ എയർപോർട്ടാണ്. ഈ ബൊളീവിയയിൽ C-130 എയർക്രാഫ്റ്റ്, ഈ കാർഗോ എയർക്രാഫ്റ്റിൽ മുഴുവനും പൈസയായിരുന്നു. റിസർവ് ബാങ്കിൽ അച്ചടിച്ച ഫുൾ ഫ്രഷ് നോട്ടുകൾ. ഈ നോട്ടുകളോടുകൂടി വന്ന് ലാൻഡ് ചെയ്ത C-130 അപകടത്തിൽപ്പെട്ട് എയർപോർട്ടിൽ ലാൻഡിങ്ങിനിടെ അപകടത്തിൽപ്പെട്ട് പൊളിഞ്ഞ് പാളീസായി കിടക്കുന്ന രംഗമാണ് ഇവിടെ കാണുന്നത്. എയർപോർട്ട് മൊത്തത്തിൽ ആ പുതിയ പണം ഇങ്ങനെ ചിതറിക്കിടക്കുകയാണ്. അതാണ് സാഹചര്യം. ഹൈ സെക്യൂരിറ്റി ഉറപ്പുവരുത്തിയിട്ടുണ്ട്. ഇതിനകത്ത് കുറേ പണം റിക്കവർ ചെയ്ത് എടുക്കാൻ പറ്റുമെന്നാണ് പറയുന്നത്. ബൊളീവിയൻ ഗവൺമെൻറ്റും ബൊളീവിയൻ സെൻട്രൽ ബാങ്കും അതുപോലെ ബൊളീവിയൻ എയർപോർട്ട് അതോറിറ്റിയും ഇതിനു വേണ്ടിയിട്ടുള്ള പരിശ്രമത്തിലാണ്. ആ വീഡിയോ ആണ് ഞാനിവിടെ വെച്ചിരിക്കുന്നത്. അപ്പോൾ എന്തായാലും ഇതിനെക്കുറിച്ചുള്ള അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. കൂടുതൽ വാർത്തകളുമായിട്ട് അടുത്ത വീഡിയോയിൽ വരാം. താങ്ക് യു സോ മച്ച്.